Please like and subscribe. അപ്പോൾ നമ്മളിന്നേ ഒരു അടിപൊളി ബീഫ് ഡ്രൈ ഫ്രൈ BDF നമ്മൾ പറയില്ലേ, നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു ചൈനീസ് ഡിഷാണ് ചില്ലി ചിക്കൻ പോലെ തന്നെ BDF. നമ്മൾ മാക്സിമം നമ്മൾ എന്താ പറയുക, ബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ സൈഡ് ഡിഷായിട്ട് മേടിക്കുന്ന ഒരു മെയിൻ ഐറ്റമാണല്ലോ BDF. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനുവേണ്ടി ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. നമ്മളൊരു എന്താ പറയുക, ഈ സൈസിലെല്ലാം അരിയട്ടെ, പക്ഷേ ഞാനിപ്പോൾ എനിക്ക് അവൈലബിൾ ഇങ്ങനെ അരിയുന്നു മാത്രം. പിന്നെ അത് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് പെപ്പർ, കുറച്ച് ഉപ്പ്, എല്ലാം യൂഷ്വൽ തിങ്സ്. ഇത് വേവിക്കാനുണ്ട്, കുക്കറിലൊന്ന് വേവിക്കാൻ, അതിന് വേണ്ടി മാത്രമുള്ള ഇതാണ്. വേറെ കാര്യമായിട്ടുള്ള ഇതൊന്നും, വെറും ബേസിക് മസാലകൾ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ വേവിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നമ്മൾ സാധാ മുളക് പൊടി യൂസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി വയ്ക്കുക. കാരണം ബീഫ് വേവാൻ വേണ്ടി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് അധികം വെള്ളം വേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് നേരം സെറ്റ് ചെയ്യാൻ വെക്കുക. 15-20 മിനിറ്റ്, എത്ര അധികം നേരം വേണ്ട. അതിനുശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വിസിലടിക്കുക. അതായത് ആദ്യത്തെ വിസിൽ വരുന്ന വരെ നല്ല ഫുള്ളിൽ ഇട്ടിട്ട് നല്ല വിസിലടിക്കുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു 4 വിസിലടിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന പാത്രത്തിൻ്റെ ബീഫിൻ്റെ ഒക്കെ അത് വേവ് അനുസരിച്ചിരിക്കും കേട്ടോ. ചിലപ്പോൾ ചില ബീഫിന് വേവ് കൂടുതലായിരിക്കും, അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി വേവിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ഞാൻ മേടിച്ചുള്ള ബീഫിന് കുറച്ച് അധികം വേവ് കുറവായ കാരണമാണ് ഞാനൊരു വിസിൽ മാക്സിമത്തിൽ അടിച്ചിട്ട് ഒരു 3 വിസിൽ അടിക്കുന്നത്. അപ്പോൾ അതവിടെ ഇരുന്ന് വിസിലടിച്ച് അതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ ബാക്കി പരിപാടി ചെയ്യാം. ബാക്കി ഇനി ഡ്രൈ ഫ്രൈ BDF ഉണ്ടാക്കാനുള്ള മസാല. ആദ്യം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കുക, അതൊരു പാത്രത്തേക്ക് ഇടുക. പിന്നെ ഇതാണ് മെയിൻ ഐറ്റം, കോൺഫ്ലവർ. അത് മസ്റ്റാണ്, വേറെ എന്തിട്ടില്ലെങ്കിലും കോൺഫ്ലവർ ഇടണം. പിന്നെ ഈ സമയത്ത് നമ്മൾ ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യാൻ നോക്കുക, അത് വരെ അതിൽ പിടിച്ചിരിക്കുക. പിന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഓൾറെഡി നമ്മൾ മുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതലായിരിക്കും, കാശ്മീരി മുളകിന് എരിവ് കുറവായിരിക്കും, അതുകൊണ്ട് ചേർക്കുക. പിന്നെ നമ്മുടെ ബാക്കിയുള്ള മസാലകൾ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല ഉണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക, ജീരകം, ഇത് പോകാൻ വേണ്ടിയിട്ട് ജീരകം മസ്റ്റാണ്, ജീരകം ഇടാതിരിക്കരുത്. പിന്നെ കുറച്ച് ലൈം പിഴിഞ്ഞിട്ട് അതിൽ ഒഴിക്കുക. ഇത്രയും സാധനങ്ങൾ ചെയ്തതിന് ശേഷം കുറച്ച് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചില്ലേ, അതിൻ്റെ സ്റ്റോക്ക് എടുത്തിട്ട് അത് വെച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ബീഫിൻ്റെ എല്ലാ ഫ്ലേവറും നമുക്ക് പോവാതെ കിട്ടും. ഇപ്പോൾ സാധാ വെള്ളം ചേർക്കരുത്, ആ ബീഫ് വേവിച്ച് വെച്ചുള്ള സ്റ്റോക്ക് തന്നെ യൂസ് ചെയ്യാം. നമ്മൾ ഈ കോൺഫ്ലോർ ചേർത്ത് കാരണം അതൊരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വരും. ഒരു ഫുള്ള് വെള്ളം പോലെ ഒരു കുറുകുറ് വരും, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. നമ്മൾ ഈ ബീഫ് വേവിച്ച് വെച്ച ബീഫ് എടുത്തിട്ട് അത് നേരെ ഈ മസാലയ്ക്ക് ഇടുക, ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നേരം കൂടി ഇതിൽ എന്താ പറയുക, ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് ഇതിൻ്റെ ഷേപ്പ് നമ്മളൊരു നീളത്തിലാണ് അരിയേണ്ടത്. പക്ഷെ നമുക്ക് ആ ബീഫ് അങ്ങനെ ആ ഷേപ്പിൽ അവൈലബിൾ അല്ലാതെ ആരാട്ടോ ഞാൻ ഈ ഷേപ്പിൽ അരിയുന്നത്. BDF മാക്സിമം നീളത്തിൽ അരിഞ്ഞ ഒരു വടി പോലത്തുള്ള ഷേപ്പിലാണ് ഉണ്ടാക്കിയാണ് അതിനൊരു ലുക്കുള്ളൂ, മനസ്സിലായി. എന്നാൽ ഒരു BDFൻ്റെതായ ഒരു ഫീല് വരുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ അവൈലബിൾ ബീഫ് കിട്ടാത്ത കാരണം എന്നിട്ട് കുറച്ച് എണ്ണയിൽ ഏതെങ്കിലും എണ്ണ, ഗോൾഡ് വിന്നറോ അങ്ങനത്തെ ഏതെങ്കിലും എണ്ണ എടുത്തിട്ട് അതിലൊന്നും അത് കുറച്ച് അധികം എടുത്തിട്ട് ആ ബീഫ് മുങ്ങിക്കെടുക്കാനുള്ള എണ്ണയിൽ ഇടണം കേട്ടോ. എന്നിട്ട് അതിലെടുത്തിട്ട് ഒന്ന് എന്നിട്ട് നല്ല രീതിയിൽ, ഓൾറെഡി അധികം വേണ്ട, ഓൾറെഡി നമ്മൾ ബീഫ് വേവിച്ചിട്ടുണ്ട്, അപ്പോൾ അതിന് ഓൾറെഡി നല്ല വേവ് ഉണ്ട്. അപ്പോൾ അതൊന്നൊരു ആ ചോപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കിയാൽ മതി. പിന്നെ ശേഷം കുറച്ച് പച്ചമുളക് അതിലേക്ക് കീറിയിടുക. പിന്നെ കുറച്ച് വേപ്പില, നമ്മൾ BDF കാണുമ്പോൾ കണ്ടിട്ടില്ലേ, അതിലൊരു പച്ചമുളകും എന്താ പറയുക, വേപ്പിലയിൽ ഇങ്ങനെ അധികം കരിയാത്ത രീതിയിൽ അത് അതിനൊരു പ്രത്യേക ഫ്ലേവർ തരും. അപ്പോൾ നമ്മൾ വേറെ എന്ത് മിസ്സാക്കിയാലും ഈ 2 സാധനങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. പച്ചമുളക് നീളത്തിലരിഞ്ഞതും പിന്നെ കുറച്ച് വേപ്പില അതിൽ മസ്റ്റായിട്ട് ഇടുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിന് അത്ര വലിയ പണിയൊന്നുമില്ല. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെറുതെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായിരിക്കണം 2 നാരങ്ങ പിഴിയാൻ മസ്റ്റായിട്ട് ശ്രമിക്കണം. നാരങ്ങ ഒരിക്കലും ഒഴിവാക്കരുത്. നാരങ്ങ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഇത് ഉണ്ടാക്കി ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയാം.